മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 34:10 പറയുന്നു, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിനെ അന്വേഷിക്കുന്ന നിങ്ങളേവരെയും നേഴ്സസ് ടൈമിൻ്റെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സകല മർത്യരുടെയും ദൈവമായ കർത്താവിന് എല്ലാം സാധ്യമാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കുവൈറ്റിൽ നേഴ്സായ ലാലിയുടെയും ജോയിയുടെയും ജീവിതത്തിലുണ്ടായ ഒരത്ഭുത സാക്ഷ്യം നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനോട് ചേർന്ന് നമുക്കും കർത്താവിനെ വാഴ്ത്താം. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ പേര് ലാലി, എൻ്റെ ഹസ്ബൻഡ് ജോയി. ഞങ്ങൾ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ രണ്ടാമത്തെ മോൾ ഐറിന് ഈശോ തന്ന അത്ഭുത രോഗശാന്തിക്ക് സാക്ഷ്യം നൽകുന്നതിനാണ് ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. കഴിഞ്ഞ 2018 മാർച്ചിൽ എൻ്റെ മൂത്ത മോള് ആഗ്നസിന് ഒരു വൈറൽ പനി പിടിച്ചു. അത് 2 ആഴ്ചയിലേറെ നീണ്ടുനിന്നൊരു പനിയായിരുന്നു. ആ സമയത്ത് ഞാൻ 9 മാസം പ്രഗ്നൻ്റ് ആണ്. അവളുടെ പനി കഴിയാറായപ്പോഴേക്കും എനിക്കും പനി പകർന്നു. അങ്ങനെ എനിക്ക് വളരെ പനി കൂടി എന്നെ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ മാർച്ച് 16 എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ഐറിൻ മേരി ജനിച്ചു. അവൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർക്കൊക്കെ ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു, ഇവൾക്ക് ഈ അസുഖം കിട്ടിയും പനിയും ഇൻഫെക്ഷനും പകർന്നിട്ടുണ്ടോ എന്ന്. അതുകൊണ്ട് അവളുടെ ബ്ലഡ് ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തു. പക്ഷേ കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു 5 ദിവസങ്ങൾക്ക് ശേഷം. വീട്ടിൽ വന്നു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഐറിന് പനി തുടങ്ങി. അങ്ങനെ ഐറിനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവളെ അഡ്മിറ്റ് ചെയ്തു. അവൾക്ക് 6 ദിവസം ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്തു. വൈറൽ ഇൻഫെക്ഷൻ ആണെന്നാണ് ഡോക്ടറും പറഞ്ഞത്. അവൾക്ക് വേറെ ബ്ലഡിലൊന്നും ഇൻഫെക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇഞ്ചക്ഷൻ കംപ്ലീറ്റ് ആയപ്പോൾ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് മോൾക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പ്രൈവറ്റിൽ കാണിച്ചപ്പോഴും മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് അവരും പറഞ്ഞത്. അങ്ങനെ ഏപ്രിൽ 5-ാം തീയതി ആയപ്പോഴേക്കും മോൾ പാല് കുടിക്കാനൊക്കെ അല്പം മടി പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിക്കണോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൾക്ക് ഗ്യാസിൻ്റെ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞു, കുഴപ്പമില്ലയെന്ന് ഓർത്തു. ഒരു വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് എനിക്ക് മനസ്സിൽ നിന്ന് തോന്നി, മോളെയായിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോകണം, ഒട്ടും സമയമില്ല, വേഗം പോകണം എന്ന് എനിക്ക് വളരെ ഒരു ഉൾപ്രേരണ വന്നു. അത് പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം പോലെയാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ മോളെ എടുത്തുകൊണ്ട് വേഗം ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഞങ്ങൾ എമർജൻസി കയറി. ഒരു സിസ്റ്റർ വന്ന് ഞാൻ മോളെ കാണിച്ചതും സിസ്റ്റർ എന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോൾക്ക് എന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല, സിസ്റ്റർ നോക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ നേഴ്സ് വന്ന് വാങ്ങിയതേ മോൾക്ക് പെട്ടെന്ന് ശ്വാസം നിന്നു, ശരീരം മുഴുവൻ നീല നിറം ആയി. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ മാതാവേ ഈ കുഞ്ഞു പോവുകയാണല്ലോ എന്ന് പറഞ്ഞാണ് എൻ്റെ കയ്യിൽ നിന്ന് മോളെ അവർ വാങ്ങിയത്. പെട്ടെന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ ആ കൃത്യസമയത്ത് അവിടെ എത്തിച്ചു. ഒരു മിനിറ്റ് പോലും വ്യത്യാസമില്ലാതെ എനിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റി. അവർ മോളെ വേഗം റെസിസ്റ്റേഷൻ റൂമിലോട്ട് കൊണ്ടുപോയി CPR കൊടുത്തു. ഓക്സിജനൊന്നും വെച്ചിട്ട് മോളുടെ ഓക്സിജൻ്റെ ലെവലൊന്നും നോർമൽ ആകുന്നില്ലായിരുന്നു. അങ്ങനെ മോളെ വേഗം ഇൻറ്റുബേറ്റ് ചെയ്തു. അവർ പറഞ്ഞു കൊച്ചിനെ വെൻറ്റിലേറ്ററിലോട്ട് മാറ്റുകയാണ് എന്ന് പറഞ്ഞു.
ഒരു ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, മോൾക്ക് എന്തെങ്കിലും ജന്മനാല ഹൃദയത്തിന് എന്തെങ്കിലും തകരാറ് കാണും, അതാണ് കുഞ്ഞിന് നീല നിറം വന്നത്. അപ്പോൾ കാർഡിയോളജിസ്റ്റ് വന്ന് കണ്ടിട്ടാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മോളെ PICയിലോട്ടും കൊണ്ടുപോയി. ഞാൻ ആകെ തകർന്നു പോയി. കാരണം ഞാൻ വിചാരിച്ച എൻ്റെ മോളെ ഇനി എനിക്ക് തിരിച്ചു കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ എല്ലാവരും അങ്ങനെ മോളെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, മോൾക്ക് വളരെ സീരിയസ് ആണ്, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ അയറിനെ PICയിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് പോകുമ്പോൾ ലാലി വല്ലാതെ ടെൻഷനിലായിരുന്നു. കാരണം കുഞ്ഞിൻ്റെ അസുഖത്തെപ്പറ്റി എന്താണെന്ന് അറിയില്ല, അതൊരു ടെൻഷൻ. പിന്നെ PICയിൽ ഞങ്ങൾക്ക് അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല, സിസ്റ്റർമാരോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരോട് ചോദിക്കും, എന്തൊരു ഇൻഫർമേഷൻ അറിയണമെങ്കിൽ എന്ത് ചെയ്യും എന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും കാലം ഇതുവരെ ദൈവമാണ് നമ്മളെ എത്തിച്ചത്, ഇനിയും ദൈവം തന്നെ നമ്മളെ നടത്തും, നമുക്കതിനുവേണ്ടി എല്ലാം ദൈവം ഒരുക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് PICയിൽ നിന്നുള്ള ഡോക്ടർമാരുടെയും സിസ്റ്റേഴ്സിൻ്റെ എല്ലാം ഞങ്ങൾക്കുള്ള സപ്പോർട്ടും കുഞ്ഞിനുള്ള ശുശ്രൂഷയും കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആ വാക്കുകൾ പിന്നീട് എത്രമാത്രം സത്യമായി തീർന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു അനുഭവമായിരുന്നു. അതിന് ജീവിതകാലം മൊത്തം അവിടുത്തെ സ്റ്റാഫിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ രാത്രി 12 മണി 1 മണി ആകാറായപ്പോഴാണ് വീട്ടിൽ ചെന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെ ICUയിൽ നിന്ന് സിസ്റ്റർമാർ വിളിച്ചു, പറഞ്ഞു കാർഡിയോളജിസ്റ്റ് വന്ന് കണ്ടു, മോൾക്ക് എക്കോ ചെയ്തു, അവൾക്ക് ഹാർട്ടിന് ഒരു കുഴപ്പവുമില്ല, ഇത് സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്ന ഒരു അണുബാധയാണ്, അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട, ഇത് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മാറിക്കൊള്ളും എന്ന് പറഞ്ഞ് അവർ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചു ഫോണിലൂടെ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരുന്നു. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോളുടെ നില വളരെ മെച്ചപ്പെട്ടു. പിറ്റേ ബുധനാഴ്ച ആയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, നമുക്ക് ബുധനാഴ്ച മോളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാം, എല്ലാം നോർമലായിട്ടുണ്ട്, മരുന്നുകളെല്ലാം നിർത്തി എന്ന് പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ച രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി മോളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ രാവിലെ അവിടുന്ന് നഴ്സുമാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേഗം വരണം, മോൾക്ക് ഇച്ചിരി ബ്ലഡ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ വേഗം ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാവർക്കും ഭയങ്കര വിഷമവും ടെൻഷനുമായിരുന്നു. അപ്പോൾ എന്നെ ഡോക്ടറെ അടുത്തോട്ട് വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, മോൾക്ക് വളരെ കൂടുതലാണ്, ഇന്ന് രാവിലെ അവൾക്ക് ലങ്സിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടായി, അതുകൊണ്ട് അത് വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്, മോളിപ്പോൾ വളരെ സീരിയസ് ആണ്, അവളെ സാധാരണ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഒരു സ്പെഷ്യൽ ഹൈ ഫ്രീക്വൻസി വെന്റിലേറ്ററിലോട്ട് ആക്കിയിട്ടുണ്ട്, എല്ലാ മരുന്നുകളും സ്റ്റാർട്ട് ചെയ്തു, മരുന്നുകളുടെ സപ്പോർട്ടോടു കൂടിയാണ് മോളിപ്പോൾ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം അന്ന് മോളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുമെന്നായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇനി 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് തിരിച്ചു പോന്ന് ജോയ്സിനോട് ഞാൻ പറഞ്ഞു, മോൾക്ക് വളരെ കൂടുതലാണെന്നാണ് അവർ പറയുന്നത്, എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാപ്പലിൽ പോയി ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, എൻ്റെ മോൾക്ക് നല്ല കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ വചനത്തിന് വേണ്ടി ഈശോയോട് യാചിച്ചു, എനിക്ക് വചനം തന്നെ എന്നെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് ഈശോ തന്ന വചനം മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23-24 വചനങ്ങളാണ്. നിങ്ങളിൽ ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി പതിക്കുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ അത് സംഭവിക്കുകയും ചെയ്യും എന്ന് വിശ്വസിച്ചാൽ അവനത് സാധിച്ചു കിട്ടും. ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആ വചനത്തിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈശോയെ ഇത് മതി, ഈ വചനം മതി എനിക്ക്, ഞാൻ എത്ര നാൾ വേണമെങ്കിലും എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ തന്നെ കടന്നുപോയി. ഞാൻ നാട്ടിൽ വിളിച്ച് ഒത്തിരി പ്രാർത്ഥന സഹായം യാചിച്ചു. അതിലൊരു ബ്രദർ എന്നോട് പറഞ്ഞു, പരിശുദ്ധ കുർബാനയുടെ സമയത്ത് നിൻ്റെ മകളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ എനിക്കൊരു സന്ദേശം തന്നു, അവളുടെ ശ്വാസകോശത്തിലേക്ക് യേശുവിൻ്റെ തിരുരക്തം ഒഴുകി അവൾ സുഖപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങൾ എത്ര പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയാലും തളരരുത്, മോള് രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഡൊമിനിക് അച്ഛനെ കാണാൻ വേണ്ടി പോയി അണക്കരയിൽ. അങ്ങനെ അച്ഛനോട് പ്രാർത്ഥന സഹായം യാചിച്ചു. അച്ഛൻ പറഞ്ഞു, 1 മാസം മുഴുവൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് കരണക്കൊന്ത ചെല്ലണം, മോൾക്ക് വേണ്ടി ഒരു മുഴുവൻ കൊന്ത ചെല്ലണം എന്ന് പറഞ്ഞു. അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും മോളുടെ നില മെച്ചപ്പെട്ടു. അവളെ സാധാരണ വെന്റിലേറ്ററിലോട്ട് തന്നെ മാറ്റി. ഡോക്ടർ പറഞ്ഞു, വളരെ അത്ഭുതകരമായിട്ട് അവളത് ഓവർകം ചെയ്തിട്ടുണ്ട്, നമുക്ക് അടുത്ത ആഴ്ച മിക്കവാറും അവളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ദൈവത്തിൽ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമായി.
മോള് രക്ഷപ്പെടും എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നു. പിറ്റേ ബുധനാഴ്ച വീണ്ടും അവളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ചൊവ്വാഴ്ച വൈകിട്ട് ഇവളെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോഴേക്കും പെട്ടെന്ന് ഡോക്ടേഴ്സൊക്കെ ഓടി വരുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിൻ്റെ കുഞ്ഞിന് വീണ്ടും കൂടുതലാണ്, രണ്ടാമത്തെ ഹെമറേജ് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യത്തിനേക്കാളും വളരെ ഹെവിയാണ്, സ്ട്രോങ് ആണ്, ഫ്രഷ് ബ്ലീഡിങ് ആണ്. അത് എങ്ങനെയാകുമെന്ന് അറിയില്ല, മോള് വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ എടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി എനിക്കത്ര പ്രതീക്ഷയില്ല, കാരണം മോൾക്കിപ്പോൾ വളരെ കൂടുതലാണ്. ഹൈ ഫ്രീക്വൻസി വെന്റിലേറ്ററിലോട്ട് വീണ്ടും മാറ്റി, ഒത്തിരി മരുന്നുകൾ അവൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. BP എല്ലാം കുറവാണ്, പൾസ് റേറ്റ് കുറവാണ്, അതിനെല്ലാം മരുന്നുകൾ പോകുന്നുണ്ട്. ഇനി ഒരു 48 മണിക്കൂർ കഴിയട്ടെ. പക്ഷേ മോളുടെ കാര്യത്തിൽ എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കാതെ ഇനി എന്തെങ്കിലും ഒരു മാറ്റം അവൾക്കുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൾക്ക് പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു അസുഖം കൂടിയുണ്ട്. അതുകൊണ്ടാവാം ഹെമറേജ് ഉണ്ടായത്. എന്നാൽ പോലും അത് വളരെ ഒരു അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഈ രണ്ടാമത്തെ ബ്ലീഡിങ്ങോടുകൂടി ഞങ്ങൾ മാനസികമായിട്ട് ആകെ തകർന്നു. പോകെ പോകെ മോളുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരുന്നു. അവസാനം അവളെ ഹൈ ഫ്രീക്വൻസി എന്ന് പോലും മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് വന്നു. മരുന്നുകളോടൊന്നും പ്രതികരിക്കാതെയായി. ഒരു ദിവസം ഡോക്ടർ എന്നോട് പറഞ്ഞു, നിൻ്റെ മോൾക്ക് വളരെ കൂടുതലാണ്, അവൾക്ക് ശക്തമായ ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ട്, ബ്ലഡിൽ മൊത്തം അണുബാധയായി, അതുപോലെ യൂറിനറി ഇൻഫെക്ഷനായി, എല്ലായിടത്തും അവൾക്ക് ഇൻഫെക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു, അവളുടെ വലത് ശ്വാസകോശം പൂർണ്ണമായിട്ട് പ്രവർത്തനം നിലച്ചു, അത് തകർന്നതുപോലെയായി. അതിന് പ്രത്യേകിച്ച് ഒരു ചികിത്സയൊന്നും ഇല്ല, അതിനി തനിയെ സുഖപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഈ കാര്യങ്ങൾ ജോയ്സിനോട് പറഞ്ഞില്ല, ന്യൂമോണിയ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ഞാൻ വളരെ നിരാശയിൽ ഇത് ഉള്ളിലൊതുക്കി. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കും, എൻ്റെ ഈശോയെ, ഒരു ശ്വാസകോശം തകർന്ന ഒരവസ്ഥയിൽ നിന്ന് എൻ്റെ ഇത്രയും ചെറിയൊരു കുഞ്ഞ് എങ്ങനെയാണ് ഇനി കയറുക? അങ്ങനെ ഞാൻ നിരാശപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ് യോജൻ ഇങ്ങനെ കൈ വിരിച്ചു പിടിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ നിരാശ തോന്നി. അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴേക്കും യോജനാണ് എനിക്ക് ധൈര്യം തന്നത്. വൈകുന്നേരങ്ങളിൽ മിക്കപ്പോഴും കുഞ്ഞിനെ കാണാൻ ഞാനാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ എത്തുമ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് സിസ്റ്റേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ ഡോക്ടറിനോട് ചോദിക്കുക. കാരണം അവർക്ക് എന്താ ഒരു വളരെ ക്രിട്ടിക്കൽ അവസ്ഥയായിരുന്നുകൊണ്ട് പ്രതികരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും എന്നെ ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥയാണ് ഞാൻ കണ്ടത്. ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, അവസ്ഥ വളരെ മോശമാണ്, ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല, നമ്മളിപ്പം ഈ സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ ജീവിച്ച് ഇരിക്കുന്നു എന്നുള്ളേ ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ എന്ന് പറയുമായിരുന്നു. പിന്നെ ഡോക്ടർ പറയായിരുന്നു, അവസ്ഥകൾ ഇതാണ്, ഇൻഫെക്ഷനുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. പക്ഷേ ഞാൻ ലാലിയോട് പറയാറില്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നെഗറ്റീവായൊരു കാര്യം കൂടുതൽ അറിയിക്കേണ്ട എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ പറയാറില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ലാലി എന്നോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കാരണം കുഞ്ഞിൻ്റെ അവസ്ഥയൊന്നും ചോദിച്ചെന്നറിയില്ല. കാരണം കുഞ്ഞ് മരിക്കാറായൊരവസ്ഥയാണ്, മൊത്തത്തിൽ ഇൻഫെക്ഷനാണ്, ലങ്സ് മൊത്തം കൊളാപ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ ഒരു കഥയുമില്ല എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് മെഡിക്കൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, എനിക്ക് കർത്താവിനെ മാത്രമേ എനിക്കറിയുള്ളൂ, എനിക്ക് ആ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും എന്നോട് പറയേണ്ട, എൻ്റെ കൊച്ച് ജീവിച്ച് വരുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഓരോ ദിവസം കഴിയുന്തോറും മോളുടെ നിര വഷളായിക്കൊണ്ടിരുന്നു, ഒരു മാറ്റവും കാണപ്പെട്ടില്ല. അതുമാത്രമല്ല, മരുന്നുകളോടൊന്നും പ്രതികരിക്കാതെ ആയപ്പോഴേക്കും ഡോക്ടർമാർ പറഞ്ഞു, കുഞ്ഞിന് വേറെന്തോ രോഗമാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ബ്രോങ്കോസ്കോപ്പി ചെയ്ത് അതിൻ്റെ സാമ്പിൾസ് നമുക്ക് വേറെ എവിടെയെങ്കിലും സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മോൾക്ക് ബ്രോങ്കോസ്കോപ്പി ചെയ്ത് സാമ്പിൾ എടുത്ത് ലണ്ടനോ മറ്റോ അവർ അയച്ചു. അവിടെയും കുവൈറ്റിലും കുറേ ടെസ്റ്റുകളെല്ലാം ചെയ്തു. പക്ഷേ അതിലൊന്നും ഒരു അബ്നോർമലായിട്ടുള്ള ഒന്നും കണ്ടില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവൾക്ക് എന്താണ് രോഗം എന്ന് പോലും ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, പിന്നെ എങ്ങനെയാണ് കുഞ്ഞിനെ ചികിത്സിക്കുന്നതെന്ന് അറിയില്ല, എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ അവളുടെ അവസ്ഥകൾ കൊടുത്ത് മാറ്റി കൊടുക്കുക മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ഒത്തിരി ആൻറ്റിബയോട്ടിക്കുകളും ഒത്തിരി വേറെ മരുന്നുകൾ, BP-ക്ക് വേണ്ടിയും പൾസിന് വേണ്ടി എല്ലാം മരുന്നുകളുണ്ട്. ഒത്തിരിയേറെ പ്രാവശ്യം ബ്ലഡ് കൊടുക്കേണ്ടി വന്നു, HB അങ്ങനെ അയണും എല്ലാം കുറവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മോള് രക്ഷപ്പെടുമോ എന്ന് എനിക്കറിയില്ല, കുഞ്ഞിനെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഒരിടത്തേക്കും പോകാൻ പറ്റില്ല, ഞങ്ങളെ എന്തോ ഒരു ശക്തി ഇതിലെല്ലാം കുരുക്കി ഇട്ടിരിക്കുന്ന പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്.
അങ്ങനെ ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു വചനം തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്കൊരു വചനം തന്നു. ഗലാത്യർ 3:3. ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഫോഷന്മാരാണോ നിങ്ങൾ സഹിച്ചവ അത്രയും വെറും വ്യർത്ഥമായിരുന്നോ? അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ആ വിശ്വാസം പരിഹരിച്ച് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ യോജനോട് പറഞ്ഞു, എനിക്ക് എവിടെയെങ്കിലും പോയി കർത്താവിനെ ഒന്ന് ആരാധിക്കണം, സ്തുതിക്കണം, എനിക്ക് കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ഒന്ന് മറക്കണം, അല്ലാതെ എനിക്കിനിയും ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. എൻ്റെ ഈശോയോട് ഞാൻ അവിശ്വസ്തത കാണിച്ചു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എന്നെ ഒരു കൂട്ടുകാരി പ്രയർ മീറ്റിങ്ങിന് വിളിച്ചു. ഞാൻ പ്രയർ മീറ്റിങ്ങിന് പോയി. അവിടെ ഇരുന്ന് ഞാൻ ഈശോയോട് മൗനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോയെ, എന്നെ ആശ്വസിപ്പിക്കാൻ അവിടുന്ന് എന്തെങ്കിലും വചനം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എനിക്കൊരു മയക്കം പോലെ വന്നു. എൻ്റെ കണ്ണുകൾ അടഞ്ഞു. ഈശോ എനിക്കൊരു ദർശനം കാണിച്ചു തന്നു. 1 വയസ്സോളമുള്ള ഒരു പെൺകുട്ടി കട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ദിവ്യ പ്രകാശം അവളുടെ ദേഹത്തേക്ക് അടിക്കുകയും കുട്ടി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ പോലെ എഴുന്നേറ്റ് എന്നെ നോക്കി ചിരിക്കുകയും ചെയ്തു. അതോടുകൂടി ആ ദർശനം മാഞ്ഞു. അത്രമാത്രം ഞാൻ കണ്ടുള്ളൂ. പ്രയർ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ജോയിസിനോട് പറഞ്ഞു, എനിക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്, എൻ്റെ വേദനകളെല്ലാം ഞാൻ മറന്നു, ഈശോ എനിക്ക് വലിയൊരു സന്തോഷം തന്നു, ഒരു ദർശനം കിട്ടി എന്ന് പറഞ്ഞു. ഈ ദർശനം പറഞ്ഞപ്പോൾ ജോയിസൻ പറഞ്ഞു, നീ എന്തിനാണ് ഇനി സംശയിക്കുന്നത്? നമ്മുടെ കുഞ്ഞ് തിരിച്ചു വരും. ഇനി ഈശോയെ സംശയിക്കുന്നത് നിനക്ക് വളരെ പാവമാണ്, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, മോള് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ തന്നെ അടിയുറച്ചു. എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി ചൊല്ലിയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്തോറും കുഞ്ഞിൻ്റെ അവസ്ഥ മോശപ്പെട്ടുകൊണ്ട് തന്നെ ഇരുന്നു. എന്നാലും ദൈവത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. മെയ് മാസം 5-ാം തീയതി ആദ്യ ശനിയാഴ്ച കൺവെൻഷന് ഡൊമിനിക് അച്ഛൻ്റെ ഓൺലൈനുള്ള ആരാധന ഞങ്ങൾ കൂടുമായിരുന്നു രാവിലെ തൊട്ട്. ആരാധനയുടെ സമയത്ത് അച്ഛൻ രോഗശാന്തി പറയുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ രോഗശാന്തി ഇപ്പോൾ അച്ഛൻ പറയണം. എൻ്റെ മോളെ സുഖപ്പെടുത്താതെ ഈ ആരാധന സമാപിക്കാൻ എനിക്ക് പറ്റുകയില്ല, എനിക്കിവിടുന്ന് എഴുന്നേക്കാൻ പറ്റുകയില്ല. എൻ്റെ ഈശോ എൻ്റെ മോളെ സുഖപ്പെടുത്തിയെന്നൊരു സന്ദേശം പറഞ്ഞെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴേക്ക് എനിക്കുള്ള മറുപടി എന്നോണം അച്ഛൻ പറഞ്ഞു, ഏതോ ഒരു ആശുപത്രിയിൽ ഇൻഫെക്ഷൻ മൂലം ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഒരു മകളെയാണ് ദൈവം കാണിക്കുന്നത്. ഇപ്പോൾ ഈശോ സുഖപ്പെടുത്തുന്നു, അവരുടെ കുടുംബത്തെ ഈശോ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ആ വചനം, ആ സന്ദേശം എൻ്റെ മകളെക്കുറിച്ചുള്ളതാണെന്ന് എനിക്ക് ഉറച്ചു വിശ്വസിച്ചു. ആരാധന കഴിഞ്ഞ് ഞാൻ ജോയിസിനോട് പറഞ്ഞു, ആ സന്ദേശം നമ്മുടെ മോളെക്കുറിച്ചല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. ജോയിസിനും പറഞ്ഞു, അതെ, നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം ICUവിൽ പോയി. ICUവിൽ ചെന്നപ്പോൾ നേഴ്സുമാരോട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ, എനിക്കിങ്ങനെ ഒരു സന്ദേശം ഡൊമിനിക് അച്ഛൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് സുഖപ്പെട്ടു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നേഴ്സ് എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ലാലി, ഇന്ന് മോളുടെ നില വളരെ ഗുരുതരമാണ്, അവളുടെ പൾസ് വല്ലാതെ കുറയുന്നുണ്ട്, അത് വളരെ അപകടകരമായൊരവസ്ഥയാണ്, BP ലോയാണ്, അതുപോലെ ഓക്സിജൻ എല്ലാം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് കുഞ്ഞിന് ഓക്സിജൻ ഇപ്പോൾ ഇത്രയും കാണിക്കുന്നത്, അത് തന്നെ വളരെ കുറവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല സിസ്റ്ററെ, മോള് സുഖപ്പെട്ടു വരും, അച്ഛൻ ഇങ്ങനെ ഒരു സന്ദേശം പറഞ്ഞു എന്ന് പറഞ്ഞു. കുറേ സിസ്റ്റർമാർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞാൽ സംഭവിക്കും, നീ ഒന്നും പേടിക്കേണ്ട, നിൻ്റെ വിശ്വാസം പോലെ വരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി വളരെ ഒരു അത്ഭുതം ഈശോ പ്രവർത്തിച്ചു. എൻ്റെ മോളുടെ ഓക്സിജൻ്റെ നില വളരെ പെട്ടെന്ന് മെച്ചപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ അവളെ ഹൈ ഫ്രീക്വൻസി വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി നോർമൽ വെന്റിലേറ്ററിലോട്ടിട്ടു. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് എപ്പോൾ വേണമെങ്കിലും മാറാം, അവൾക്ക് ഓക്സിജൻ്റെ നില മാത്രമേ മാറിയിട്ടുള്ളൂ, അവളുടെ ശ്വാസകോശം തകർന്നത് ഒരു വ്യത്യാസവും ഇല്ല, അതിനെന്തെങ്കിലും ഒരു വ്യത്യാസം വരാതെ മോളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അവിടുത്തെ സിസ്റ്ററും എന്നോട് പറഞ്ഞു, മോൾക്ക് എപ്പോഴും ഹൈ ഫ്രീക്വൻസി വെന്റിലേറ്ററും എല്ലാ മരുന്നുകളും റെഡിയാക്കി വെച്ചേക്കുവാണ്, എപ്പോൾ വേണമെങ്കിലും മോൾക്ക് ഒരു അപകടം കൂടെ സംഭവിക്കാം, അതുകൊണ്ട് ഇവളുടെ എക്സ്റേയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു 3 ദിവസങ്ങൾക്ക് ശേഷം ഈശോയോട് ഞാൻ ഇവളുടെ എക്സ്റേയുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈശോയെ, എക്സ്റേയിൽ എന്തെങ്കിലും അവിടുന്ന് ചെയ്യണേ, എൻ്റെ കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിലേക്ക് അവിടുത്തെ തിരുരക്തം ഒഴുക്കണമേ, അല്ലാതെ ഇനി അവൾ സുഖപ്പെടുകയില്ലെന്നാണ് എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചു? അവിടുന്ന് എനിക്ക് ഒരു അടയാളം ഇന്ന് തരണം, എൻ്റെ മോളുടെ കാര്യമാണ് അച്ഛൻ പറഞ്ഞതെന്ന്, അല്ലെങ്കിൽ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ മെയിനായിട്ടുള്ള ഡോക്ടർ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് വളരെ ഒരു സന്തോഷത്തിൻ്റെ ഒരു വാർത്ത നിന്നോട് പറയാനുള്ളത്, മോളുടെ എക്സ്റേ പകുതിയോളം മെച്ചപ്പെട്ടിട്ടുണ്ട്, ശ്വാസകോശം തകർന്നിരുന്നത് ഒറ്റ ദിവസം കൊണ്ട് പകുതിയോളം റിക്കവർ ആയിട്ടുണ്ട്, അത് വളരെ നല്ലൊരു അടയാളമാണ് എന്ന് പറഞ്ഞു.
അങ്ങനെ എനിക്ക് എൻ്റെ ചോദ്യത്തിന് ഈശോ എനിക്ക് മറുപടി തന്നു. ഞാൻ വളരെയേറെ സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. തിരിച്ച് വീട്ടിൽ വന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, ഇത്രയും പാപിയായ എന്നോട് അവിടുന്ന് ഇത്ര സ്നേഹം കാണിക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് എന്ന് പ്രാർത്ഥിച്ചു ഞാൻ. പിന്നെ അങ്ങോട്ട് ഈശോയുടെ അത്ഭുതങ്ങൾ ഞങ്ങൾ കാണുകയായിരുന്നു. മോളുടെ നില ഓരോ ദിവസം കഴിയുന്തോറും വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരുന്നു. അവളെ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടുകളെല്ലാം കുറച്ച് മരുന്നുകൾ ഒത്തിരി നിർത്തി. അങ്ങനെ എന്നോട് പറഞ്ഞു, അടുത്ത തിങ്കളാഴ്ച മോളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാം, ഇത് വളരെ വലിയൊരു അത്ഭുതമാണ് അവൾക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. 3-ാം ദിവസം ആയപ്പോഴേക്കും അവളുടെ എക്സ്റേ മൊത്തം നോർമലായി. അവളുടെ തകർന്നിരുന്ന ശ്വാസകോശം പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. എന്നിട്ട് ഡോക്ടർ തിങ്കളാഴ്ച അവളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയപ്പോഴേക്കും മോൾക്ക് പെട്ടെന്ന് ശ്വാസം എടുക്കാനായിട്ട് പറ്റിയില്ല. അവരപ്പോൾ തന്നെ തിരിച്ച് വെന്റിലേറ്റർ ഇടാൻ നോക്കി, പക്ഷേ അതും വിജയിച്ചില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവൾക്ക് വെന്റിലേറ്റർ ഇല്ലാതെ ഇനി ശ്വാസം എടുക്കാൻ പാടാ, കാരണം 40 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു കുഞ്ഞ്, അത് ഒത്തിരി നീണ്ട ഒരു കാലാവധിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് മോൾക്ക് ശ്വാസം എടുക്കാൻ പ്രയാസം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു 24 hours നമുക്ക് നോക്കാം, എന്നിട്ടും കുഞ്ഞ് തന്നെ ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ മോളെ വീണ്ടും തിരിച്ച് വെന്റിലേറ്ററിലോട്ട് ഇടേണ്ട വരും എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. പിറ്റേ ദിവസമായപ്പോൾ ഉച്ചയായപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി വെയിറ്റ് ചെയ്യുന്നതിൽ കഥയില്ല, ഇനി വെയിറ്റ് ചെയ്താൽ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാകും, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒന്നും നോക്കാതെ വീണ്ടും വെന്റിലേറ്ററിൽ ഇടുവാന്ന് പറഞ്ഞു. എനിക്ക് വളരെ നിരാശ തോന്നി. എന്നാൽ പോലും ഞാൻ ഈശോയിൽ ഉറച്ചു നിന്നു. ഈശോ എന്തെങ്കിലും അത്ഭുതം ഇനി പ്രവർത്തിക്കും, എൻ്റെ മോൾക്ക് അപകടങ്ങളൊന്നും കൂടാതെ വന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മോളെ വീണ്ടും ഇൻറ്റുബേറ്റ് ചെയ്ത് വെന്റിലേറ്ററിലേക്ക് ആക്കി. ഒരു 3-4 ദിവസം കൂടി അങ്ങനെ കഴിഞ്ഞു. ഡോക്ടർ എന്നോട് പറഞ്ഞു, എല്ലാം ഓക്കെയാണ്, മോളുടെ ബ്ലഡ് പ്രഷർ, പൾസ് എല്ലാം ഓക്കെയാണ്, ഒരേ ഒരു പ്രശ്നമുള്ളൂ, അവൾക്ക് വെന്റിലേറ്റർ ഡിപ്പെൻഡൻ്റ് ആയി പോയിട്ടുണ്ട്. മോളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള ഒരു ധൈര്യം ആർക്കുമില്ല, കാരണം ഇനി ഒന്നും കൂടെ ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വന്നാൽ അത് വിജയിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേഴ്സുമാരും എന്നോട് പറഞ്ഞു, മോളുടെ തൊണ്ടയൊക്കെ പഴുത്തിരിക്കുവാണ്, ട്യൂബ് ഊരിയാൽ ഇനി ഇടേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് അവർ ചിന്തിക്കുന്നത്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു. അങ്ങനെ മെയ് 19 പെന്തക്കോസ്താ ദിനം വന്നു. ഞങ്ങളുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ പ്രെയർ നടക്കുമായിരുന്നു. എന്നോട് അവിടുത്തെ നേഴ്സസ് മിനിസ്ട്രിയിലുള്ള സിസ്റ്റർമാർ പറഞ്ഞു, ഇന്ന് നീ ഹോസ്പിറ്റലിൽ പോകണ്ട, ഇന്ന് വളരെ വലിയ ആരാധനയുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം, മോളുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആരാധനയ്ക്ക് പോയി. ആരാധനയുടെ സമയത്ത് ഞാൻ നിലവിളിച്ചു, ഈശോയെ, അവിടുന്ന് ഇറങ്ങി വരാതെ ഇനി എൻ്റെ മോളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ ആർക്കും ധൈര്യമില്ല, എൻ്റെ ഈശോ തന്നെ കടന്നു വരണം, എന്നെങ്കിൽ മാത്രമാണ് എൻ്റെ മോൾക്ക് ഇതിൽ നിന്നൊരു മോചനമുള്ളൂ, അവളെ കുരുക്കിയിട്ടിരിക്കുന്ന ഈ കുരുക്കിൽ നിന്ന് അവളെ ഒന്ന് അഴിച്ചു വിടണേ ഈശോയെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആരാധന സമാപിച്ച് പുറകോട്ട് പോയ ജോൺസൺ അച്ഛൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഈശോ എനിക്ക് ഒരു ദർശനം തരുന്നു, താഴിട്ട് പൂട്ടിയിരിക്കുന്ന ശക്തമായൊരു സാധനം ഈശോ താക്കോൽ ഉപയോഗിച്ച് ഇപ്പോൾ തുറക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി എൻ്റെ മോളുടെ കാര്യമാണ് അത് പറഞ്ഞതെന്ന്. ICUവിലുണ്ടായിരുന്ന സിസ്റ്റർമാർക്കും മനസ്സിലായി, അവരും എന്നെ നോക്കി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ജോയിച്ചൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് വളരെ നമുക്ക് സന്തോഷമുള്ള ദിവസമാണ്, മോളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി, അവൾ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മനസ്സിലായി, ഈശോ തന്നെ നേരിട്ട് ഇറങ്ങി വന്നു എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വൈകുന്നേരം തന്നെ ആയപ്പോഴേക്കും അവൾ വളരെ മെച്ചപ്പെട്ടു. ബാക്കി മെഷീൻസും മരുന്നുകളും എല്ലാം നിർത്തി. പിറ്റേ ആഴ്ച ആയപ്പോഴേക്കും മോളെ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന നേരത്ത് മോൾ വളരെ മെലിഞ്ഞ് എല്ലും തോലുമായൊരവസ്ഥയിലായിരുന്നു, പാലൊന്നും കൊടുക്കാതെ. അതുപോലെ കൈയെല്ലാം വളഞ്ഞ് പ്രായമായ ആൾക്കാരുടെ പോലെ കൺട്രാക്ചർ ആയിരുന്നു. അപ്പോൾ സിസ്റ്റർമാർ എന്നോട് പറഞ്ഞാൽ കയ്യിൽ പിടിക്കുകയോ തൊടുകയോ ഒന്നും ചെയ്യരുത്, അത് ഒടിഞ്ഞു പോകും, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ, അത് സമയമെടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവളുടെ കയ്യിലേക്ക് നോക്കി, ഇവളുടെ ശരീരത്തേക്ക് നോക്കി ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. കാരണം അപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിൻ്റെ ഭാരം പോലും കുഞ്ഞിനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വാർഡിൽ കിടക്കുമ്പോൾ ഡൊമിനിക് അച്ഛൻ്റെ ആരാധന വെച്ച് ഞാൻ ഇവളെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ലൈവ് പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ഞാൻ മോളോട് ആരാധനയുടെ സമയത്ത് ഞാൻ മോളോട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞ് നിൻ്റെ കൈ സുഖപ്പെടും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ ആരാധന ഇവർക്ക് കാണാൻ പാകത്തിന് ദിവ്യകാരണ ഈശോയെ ഞാൻ കാണിച്ചു കൊടുത്തു. അച്ഛൻ പറഞ്ഞു, എല്ലാ രോഗങ്ങളും സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മോളുടെ കൈ സുഖപ്പെടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 3-4 വട്ടം മോളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. അവൾ എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കി. അടുത്ത നിമിഷം അവളുടെ ചുരുങ്ങിയിരുന്ന കൈ എൻ്റെ കൺമുന്നിൽ നിവരുന്ന മഹാത്ഭുതം ഞാൻ കണ്ടു. അവൾ കൈ പൊക്കി മുകളിലേക്ക് പൊക്കി, എന്നിട്ട് എന്നെ നോക്കി. സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. കാരണം വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല, ഞാനും മോളും മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ.
വൈകുന്നേരം ജോയിച്ചൻ വന്നു. നേഴ്സുമാരൊക്കെ കാണാൻ വന്നപ്പോൾ എന്നോട് വളരെ അത്ഭുതപ്പെട്ട് ചോദിച്ചു, കുഞ്ഞിൻ്റെ കൈ എങ്ങനെയാണ് നിവർന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ, ഈശോ എനിക്ക് വേണ്ടി വീണ്ടും അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവരെല്ലാം പറഞ്ഞു, ഇത് വിശ്വസിക്കാനാവാത്ത അത്ഭുതമാണ്, ഞങ്ങൾ ഇത്രയും നാൾ ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു കേസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് ഈശോ ഞങ്ങളെ നടത്തുകയായിരുന്നു. എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരുന്നു. മോളെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്നു. മോൾക്ക് ഡെവലപ്മെൻറ്റ്സൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു ചിലപ്പോൾ നോർമലാകാൻ സാധ്യത കുറവാണ്, മോൾക്ക് ഒത്തിരി മയങ്ങാനുള്ള മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, വളർന്നു വരുമ്പോഴേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കറിയായിരുന്നു സർവ്വശക്തനായ എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഒരു 6-7 മാസം അവൾക്ക് ഫോളോ അപ്പ് പറഞ്ഞു. എല്ലാ മാസവും ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എല്ലാ മാസവും ചെക്കപ്പ് ചെയ്തിട്ട് അവർ പറയും, ഇവൾക്ക് ഒരു കുഴപ്പവുമില്ല, നോർമലായിട്ടുള്ളൊരു കൊച്ചിനെ പോലെയാണ് ഇവളുടെ എല്ലാ ആക്ടിവിറ്റീസും. അങ്ങനെ കൃത്യസമയത്ത് അവൾ നടന്നു, എല്ലാ കാര്യങ്ങളും നോർമൽ ഡെവലപ്മെൻറ്റ് വന്നു. അങ്ങനെ ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി അവൾക്ക് ഒരു ഫോളോ അപ്പിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. കുഞ്ഞിന് ഇപ്പോൾ 1.5 വയസ്സാകുന്നു. അവൾ എല്ലാ കുട്ടികളെക്കാൾ പോലെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു, നടക്കുന്നു. എൻ്റെ മോൾക്ക് ഇതെല്ലാം ചെയ്തു തന്നത് എൻ്റെ ഈശോയാണെന്ന് ഞങ്ങളിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം ICUവിലുള്ള എല്ലാ നേഴ്സുമാർക്ക്, നേഴ്സസ് മിനിസ്ട്രിയിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ വൈദികർക്ക്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ഓർത്ത് ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് എന്നും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ഐറിൻ മോളുടെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ ഈ വലിയ അത്ഭുതത്തെ ഓർത്ത് നമുക്കവിടത്തേക്ക് 1000 നന്ദി പറയാം. സ്നേഹിതരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്നാൽ അതിനെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ കർത്താവിൻ്റെ കൈകളിൽ കൊടുക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്നു. നഴ്സുമാരായ നാം അനുദിനം നിരാശയിലും വേദനയിലും കഴിയുന്ന അനേകരെ കണ്ടുമുട്ടാറുണ്ട്. അവരെ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തിലേക്ക് നാം കൈപിടിച്ച് നയിക്കണം. അവരെ നിരാശയിൽ നിന്ന് നാം കരകയറ്റണം. വെറും ഒരു ഡ്യൂട്ടിയായി മാത്രം നഴ്സിങ്ങിനെ കാണാതെ നമ്മുടെ മുന്നിൽ വരുന്ന രോഗികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും വേദനകളിൽ കൂടി പങ്കുചേർന്ന് ഈശോയുടെ നഴ്സായി ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.